നമ്മൾ അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹു അല്ലാതെ ഒരാളെയും ഇബാദത്ത് ചെയ്യാതിരിക്കുക. വലാ നുശ്രിക ബിഹി ഷൈഅ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ഷൈഅൻ എന്ന് പറഞ്ഞാൽ അതിൽ വസ്തുക്കളും പെട്ടു, ആളുകളും പെട്ടു. പ്രയാസം ഉണ്ടാകുമ്പോൾ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ഉണ്ടല്ലോ, അല്ലാഹു അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി ഷൈഅ. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ദുആ ആണ്. അല്ലാഹു അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി ഷൈഅ. അല്ലാഹു അല്ലാഹു അവനാണ് എൻ്റെ റബ്ബ്, വലാ ഉശ്രികു ബിഹി ഷൈഅ, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. നോക്കണം, പ്രയാസവും ബുദ്ധിമുട്ടും വന്നാലാണ് പലരുടെയും തൗഹീദ് തെറ്റിപ്പോവുക. പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരെ തൗഹീദൊക്കെ അവർ മറന്നു പോകും. അപ്പം വിചാരിക്കും, മണിയൂർ പോയിട്ട് ആളെ വെള്ളം കുടിച്ചാലോ, ഒന്ന് കുടിച്ച് നോക്കിയാലോ, കുറേ എണ്ണത്തിന് കുടിച്ച് മാറിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ജാതി സാഹിറുകളുടെ പിന്നാലെ പോകും. അപ്പോൾ അതേപോലെ കുറുക്കൊന്ന് കെട്ടി നോക്കിയാലോ എന്ന് പ്രയാസം വരുമ്പോൾ തോന്നിപ്പോകും. തൗഹീദ് പഠിച്ചവർക്ക് പോലും അത് സഹോദരങ്ങൾ, അതിൻ്റെ പാളിച്ച പലപ്പോഴും പുരുഷന്മാരുടെ അടുത്താണ്. തൗഹീദ് നമ്മളങ്ങനെ പണ്ട് കണ്ട ഒരു മുജാഹിദ് കുടുംബത്തിൽ ജനിച്ച പെണ്ണിനാണ് ഞാൻ കെട്ടിയത്, ഡോക്കല്ല എന്നെക്കാളും തൗഹീദ് അറിയാമെന്ന് വിചാരിച്ചിരിക്കണ്ട. തൗഹീദ് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. ഷിർക്കിനോടുള്ള വെറുപ്പും ഷിർക്ക് എത്രമാത്രം വൃത്തികെട്ടതാണെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മളെ കുടുംബക്കാരുടെ മുന്നിലും കുട്ടികളുടെ മുന്നിലുമെല്ലാം ഷിർക്കും അതിൻ്റെ മദാഹിറുകളും അതിൻ്റെ ചിഹ്നങ്ങളും കാണുമ്പോഴെല്ലാം നമ്മളതിനെ എതിർക്കണം. എവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ടോ എത്ര വലിയ തെറ്റാണിത്. നമ്മൾ പോകുമ്പോൾ ഒരു ദർഗ കാണുന്നു, ഷിർക്ക് അവിടെ കാണുന്നു, നമ്മളതിലെ പോകുമ്പോൾ പറയണം. നമ്മൾ എപ്പോഴും ഇങ്ങനെ കണ്ട് പോയി നമ്മൾ മനസ്സിൽ അതിനോടൊരു മയം വരാൻ പാടില്ല. നമ്മുടെ കൂടെയുള്ള കുട്ടികളോട് ഇത്ര വലിയ തെറ്റാണ് ഇവർ ചെയ്യുന്നത്, അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ലേ, നരകം ശാശ്വത എന്ന കാര്യമല്ലേ പറയണത്. കാരണം ഇത് കണ്ട് മനസ്സിന് ഒരു പദം വന്നു പോകും. ഇത് ഏറ്റവും കടുത്ത തെറ്റാണിത്. അള്ളാഹു ഏറ്റവും വെറുക്കുന്ന കാര്യം അത് കണ്ട് ചിരിക്കാനുള്ളതല്ല, അള്ളാഹുവിനോട് രക്ഷ തേടണം. അങ്ങനെ തൗഹീദ് നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. അല്ലെങ്കിൽ തൗഹീദിന് പാളിച്ച പറ്റിപ്പോകും. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ ഉണ്ടായിരിക്കെ അള്ളാഹു ഫിറഔനിൽ നിന്ന് കടൽ പടർത്തി രക്ഷപ്പെടുത്തിയ ഖൗമാണ് പശുക്കുട്ടിയെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിൻ്റെ എത്ര വലിയ ആയത്തുകൾ കണ്ടിട്ടുണ്ടവർ. ഒരു നബി അവരെ കൂടെ ഉണ്ട്, എന്നിട്ട് അവരെ വിലക്കിയിരുന്നു ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം. ഹാറൂൻ നബി പറഞ്ഞത് എന്നെ കൊല്ലാൻ വന്നു ഈ ഖൗം. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയാതിരുന്നിട്ടില്ല. ഇപ്പം ചില ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹാറൂൻ നബി ബനൂ ഇസ്രായേലിൽ ഭിന്നിക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും പറഞ്ഞില്ല. നഊദു ബില്ലാഹ്, അത്ര വൃത്തികെട്ട വാക്കാണ് ഒരു നബിയുടെ പേരിൽ പറയുന്നത്. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയോട് പറഞ്ഞാൽ തന്നെ കൊല്ലാൻ വന്നു എന്നാണ്. മുണ്ടായിട്ടിരിക്കുന്ന ഹാറൂൻ നബിയെ കൊല്ലാൻ വരുമോ? ഇല്ല. ഈ ഷിർക്കിനെ എതിർത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഷിർക്കിനെ നന്നായി പേടിക്കണം. തൗഹീദ് ആവർത്തിച്ച് നമ്മുടെ കുട്ടികളോടും സ്ത്രീകളോടും അതിൻ്റെ അവസരത്തിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് തൗഹീദ് ആവർത്തിക്കുന്നത്? വുദൂ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദുആയിലും തൗഹീദ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഓരോ പ്രസംഗത്തിനും ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് വെറുതെ ദിക്റായിട്ട് ചൊല്ലുന്നത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ മഹത്തായ ഒരാശയമുണ്ട്. ഇപ്പോൾ തൗഹീദ് നമ്മുടെ ജീവനാണ്. ഷിർക്കിനെ പേടിക്കുന്നത് പോലെ നമ്മൾ ഒന്നിനെയും പേടിക്കുന്നില്ല, ഷിർക്കിൽ നമ്മൾ വീണു പോകുന്നതിനെ പേടിക്കുന്നത് പോലെ. അപ്പോൾ നമ്മുടെ ഖൽബ് നമ്മൾ അതിൽ സൂക്ഷിക്കേണ്ടതാണ് തൗഹീദ്. നമ്മളെല്ലാ സമ്പത്തിനേക്കാളും എല്ലാത്തിനേക്കാളും എല്ലാ സുഖ സൗകര്യങ്ങളെക്കാളും നമുക്ക് വലുത് നമ്മുടെ തൗഹീദാണ്, ദീനാണ്. അതിന് തെറ്റിപ്പോയാൽ കഴിഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഷിർക്കിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ.